ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നേക്കണേന്ന്. പിന്നെ എവിടെയാണ് പോകുന്നത്? ഇന്ന് ദിബ KMCC സംഘടിപ്പിക്കുന്ന ഒരു 1 ഡേ ടൂറാണ് കേട്ടോ. നമ്മളുടെ ദിബ KMCCയിലെ പ്രവർത്തകന്മാരുടെ ഭാര്യമാരും മക്കളൊക്കെ കൂടിയിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ്. ഞങ്ങൾ 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് ഉമ്മൽക്കോയിലെ സൂയിലേക്കും 2 ദുബായ് ക്രോയ്സ് ബോട്ടിലേക്കാണ് പോണത്. അപ്പം ആ വഴിയെ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. അപ്പം ഈ ഒരു യാത്രേനെ പറ്റി പറയുമ്പോൾ ഒരു നല്ല അനുഭവം കേട്ടോ. കാരണം നമ്മൾ നാട്ടിലൊക്കെ ഫാമിലി ആയിട്ട് ടൂർ പോകുന്ന പോലെ തന്നെയായിരുന്നു. എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂട്ടൊക്കെ ആയി നല്ലൊരു വൈബായിരുന്നു. ഒരു ഫാമിലി ടൂർ പോലെ തന്നെ ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ ഉമ്മൽക്കോയിലെ സൂവിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സൂ ഒക്കെ കണ്ടു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കുറേ മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സൂവിൽ മൃഗങ്ങളാണ് ഉണ്ടാവുക എനിക്കറിയാം, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ദുബായിലാട്ടോ. ദുബായിൽ ക്രൂയിസ് ബോട്ടിലേക്കാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഞങ്ങൾ ദുബായ് ക്രൂയിസ് ബോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ അടിപൊളിയാട്ടോ. പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. താമരപ്പൂവിന്റെ മുട്ടി ദുർഗമാന്യം പാറിലിട്ടി ഓമന പെണ്ണിന്റെ മാറത്തെത്തും ചാരത്ത് ഓമന പെണ്ണിന്റെ മാറത്തെത്തും ചാരത്ത്. പിന്നെ നമ്മുടെ ഡോക്ടർ സെയ്ദലവി സാറിൻ്റെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കേട്ട് നോക്കട്ടെ. നല്ല ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു. പ്രിയപ്പെട്ട KMCCയിലെ പ്രവർത്തകരെ, കുടുംബക്കാരെ, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ടൂർ പ്രോഗ്രാമിലാണ്. ഇത് സംഘടിപ്പിച്ചത് ദിബ KMCC ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ KMCCയുടെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ പ്രവർത്തകർക്കൊക്കെ അറിയാം. എന്നാലും ഇതിലെ കുടുംബത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ നബിയെ കുറിച്ച് മറ്റു മതസ്ഥർ പഠിച്ചപ്പോൾ അതിലൊരു അമേരിക്കൻ സൈക്കോ അനാലിസ്റ്റ് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നബി ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്റെ അനുയായികളെ മിൽക്കിംഗ് ചെയ്തില്ല, എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകതയായി പറഞ്ഞത് ഒരു യൂണിഫോം കോഡ്, തന്റെ വിശ്വാസികൾക്ക് ഒരു യൂണിഫോം കോഡ് അദ്ദേഹം സമ്മാനിച്ചു എന്നുള്ളതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മുസ്ലിങ്ങളെല്ലാവരും പിന്തുടരുന്ന ഒരു കോഡ്, അത് മറ്റൊരു മതസ്ഥർക്കും അവകാശപ്പെടാൻ പറ്റാത്തതാണ്. നമുക്കിടയിൽ പല സംഘടനകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അവരുടെ നമസ്കാരം, നോമ്പ്, ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരു എപ്പോഴും സൈക്കിൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ
എല്ലാ കൊല്ലവും ഞങ്ങൾ CH സെന്ററുകൾക്കായിട്ടും റിലീഫ് പ്രവർത്തനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് ഒരുപാട് സേവനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ ഞങ്ങൾ സാധിച്ചു. ഇതിലൊരു മതമോ മറ്റുള്ള ജാതി വർഗ പരിഗണനകളോ ഒന്നും നോക്കിയിട്ടില്ല. പലർക്കും ടിക്കറ്റ് അടക്കം വാങ്ങിക്കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹായത്താലും ഉദാരമതികളുടെ സംഭാവനകളാലും ഞങ്ങൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാമൂഹ്യ സുരക്ഷാ സംരംഭങ്ങളിൽ നമ്മളെ പോലെ നമ്മുടെ കുടുംബങ്ങളും പ്രത്യേകിച്ച് വനിതകളും നമ്മുടെ സന്താനങ്ങളും ഭാഗമാക്കാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഉത്തമമായ മാതൃക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഇതിലൂടെ എങ്ങനെ വരും? ഇതിലൂടെ ഓക്കെ. പിന്നെ അവർ തന്നെ നമുക്ക് കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസ്, പിന്നെ മാജിക് ഷോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ KMCCയുടെ നേതാക്കന്മാരാണ് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. KMCC മെമ്പേഴ്സൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മുടെ പാവങ്ങളുടെ കൈത്താങ്ങായ KMCC ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പടച്ചറബ് ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് പ്രാധാന്യം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പോടെ ഈ ഒരു വ്ലോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.